സക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കുന്ന ഏറ്റവും തെളിവ് നമസ്കാരം സുന്നത്ത് സംഘടിതമല്ല, നോമ്പിന്റെ സുന്നത്ത് സംഘടിതമല്ല, ഒറ്റയ്ക്ക് നിർവഹിക്കാം. ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതമല്ല, പോയി ഒറ്റയ്ക്ക് ഏത് സമയത്ത് ഉംറ ചെയ്യാം. ഫറളെല്ലാം സംഘടിതമാണ്, ഫറളെല്ലാം സംഘടിതമാണ്. രണ്ട് കാര്യമാണ് പ്രധാനമായും ഇതിൽ പറയാനുള്ളത്. ഒന്നാമത്തത്, നിസ്കാരത്തിൽ ജമാഅത്ത് സംഘടിതമായി നിർവഹിക്കുക എന്നുള്ളത് ഫർളായ കാര്യമല്ല, സുന്നത്തായ കാര്യം മാത്രമാണ്. രണ്ടാമത്തത്, എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ സംഘടിതമായി ചെയ്യുക എന്നുള്ളത്? നിസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നത് പോലെ, ഹജ്ജ് സംഘടിതമായി നിർവഹിക്കുന്നത് പോലെ, റമദാൻ മാസത്തിൽ എല്ലാവരും നോമ്പ് ഒന്നിച്ചു നോക്കുന്നത് പോലെ സക്കാത്ത് കൊടുക്കണമെന്നാണോ? അല്ല, അദ്ദേഹം പറയുന്നത് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം കമ്മിറ്റിക്ക് ഏൽപ്പിക്കണമെന്നാണ്. കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതിലൂടെ എങ്ങനെയാണ് അത് സംഘടിതമായി നിർവഹിക്കുന്നു എന്ന് വരിക? നിസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നത് പോലെ, ഹജ്ജ് സംഘടിതമായി നിർവഹിക്കുന്നത് പോലെ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ജമാഅത്തായി നിർവഹിക്കുന്നത് പോലെ ഈ സക്കാത്തും ജമാഅത്തായാണ് നിർവഹിക്കേണ്ടത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എങ്കിൽ ഇവർ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഒരു കമ്മിറ്റിക്ക് ഏൽപ്പിക്കുകയാണോ വേണ്ടത്? അല്ലല്ലോ. എല്ലാവരും ഒന്നിച്ച് ഓരോരുത്തർക്കും കൊടുക്കുക എന്നുള്ള സംവിധാനം, അതാണ് ചെയ്യേണ്ടത്. എന്നാൽ അതല്ല താനും ഇവർ ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞതിൻ്റെ നേർവഴി എന്താണ് എന്ന് ബഹുമാനപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആലിമീങ്ങൾ ഇത്ര കാലം ഇവിടെ പറഞ്ഞു വന്നിട്ടുണ്ട്, ചെയ്തു വന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ തുടർത്തി പോവുക. പുതിയ ആളുകൾ പുതിയ വിഷയങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമെന്നോണം കുറച്ചു പേരെങ്കിലും അതിനെ അംഗീകരിക്കാനുണ്ടാവാം. അതൊന്നും കണ്ടുകൊണ്ട് അഹ്ലുസുന്നയുടെ പ്രവർത്തകരുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവരുതേ എന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇദ്ദേഹത്തിനെ പോലെയുള്ളവരെ എന്തിനാണ് സുന്നി സ്റ്റേജുകളിൽ കൊണ്ടുവരുന്നത്? ഇത് സുന്നി സ്റ്റേജ് ആണ് എന്നല്ല, എന്നാൽ പല സുന്നി സ്റ്റേജുകളിലും ഉറൂസിന്റെ വേദികളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഇതുപോലെ മനസ്സിനകത്താണെങ്കിൽ വഹാബിസവും തബ്ലീഗിസവും ജമാഅത്തെ ഇസ്ലാമിസവും കൊണ്ട് നടക്കുന്ന ഇവർ നമ്മളുടെ തന്നെ സുന്നി വേദികളിൽ വന്നുകൊണ്ട്, ഉറൂസിന്റെ വേദികളിൽ വന്നുകൊണ്ട് ഉറൂസിനിക്ക് വേണ്ടി പ്രസംഗിക്കുകയും അതേ ഇവർ തന്നെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് ഉറൂസിന് എതിരായി പ്രസംഗിക്കുകയും ചെയ്യുന്ന മനസ്സിനകത്ത് സുന്നിസമില്ലാത്ത ഇതുപോലെയുള്ളവരെ തീർച്ചയായും അവഗണിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.